ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അടങ്ങുന്നില്ല. സർക്കാർ സ്വാധീനം തന്നെയാണ് ഈ കേസിൽ നിർണായകമായത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇയാൾ പ്രതിയായ ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഇപ്പോൾ 1 മാസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത്. 1 മാസത്തെ പരോൾ കാലയളവിനിടെ കേസിലെ സാക്ഷികളെ കൊടിസുനി സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് BJP ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. 2010-ൽ 2 BJP പ്രവർത്തകരെ വെട്ടിക്കൊന്ന കേസാണ് ന്യൂമാഹി ഇരട്ടക്കൊലക്കേസ്. കൊടിസുനി 2ാം പ്രതിയായ ഈ കേസിൽ ഈ മാസം 22-നാണ് തലശ്ശേരി കോടതിയിൽ വിചാരണ തുടങ്ങുന്നത്. ഇതിനിടയിലാണ് അമ്മയുടെ അപേക്ഷ പരിഗണിച്ച് ജയിൽ വകുപ്പ് അനുവദിച്ച പരോളിൽ കൊടിസുനി കഴിഞ്ഞ ദിവസം തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ടി.പി. കേസിൽ ശിക്ഷിച്ച ശേഷവും നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു കൊടിസുനി. മകന് പരോൾ ആവശ്യപ്പെട്ട് കൊടിസുനിയുടെ അമ്മ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് ആദ്യം അപേക്ഷ നൽകിയത്. കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ DGP പരോൾ അനുവദിക്കുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് പ്രതികൂലമായിട്ടും ജയിൽ DGP അനുകൂല നിലപാട് എടുക്കുകയായിരുന്നു. കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെതിരെ KK രമ MLA അടക്കമുള്ളവർ ശക്തമായി രംഗത്തെത്തിയിരുന്നു. പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടെന്നും KK രമ MLA നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. പരോളിന് കത്ത് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷന് എന്ത് അവകാശമാണുള്ളതെന്ന് അവർ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടാണ് പരോൾ ലഭ്യമാക്കിയത്. ജയിലിനകത്തും പുറത്തും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രതിക്ക് പരോൾ ലഭ്യമാക്കാൻ ഭരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. പോലീസ് റിപ്പോർട്ടുകളും ജയിൽ പ്രൊബേഷണറി ഓഫീസർമാരുടെ റിപ്പോർട്ടും മറികടന്ന് പ്രതിയെ പുറത്തു കൊണ്ടുവരികയാണ് ഉണ്ടായതെന്നും നിയമ പോരാട്ടം തുടരുമെന്നും MLA പറഞ്ഞു. അതേസമയം കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് വിവാദമാക്കേണ്ടെന്ന് കുടുംബം. സുനിയുടെ ആരോഗ്യസ്ഥിതി മോശമാണ്, സുനി പരോളിന് അർഹനാണെന്നും സുനിയുടെ അമ്മയും സഹോദരിയും പ്രതികരിച്ചു. കഴിഞ്ഞ 6 വർഷമായി എന്റെ മകന് പരോൾ ലഭിക്കാത്തത്. ഇതേ കേസിൽ ഇതേ ശിക്ഷ കിട്ടിയ മറ്റുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് പരോൾ കിട്ടുന്നുണ്ട്. സുനിക്ക് പരോൾ കിട്ടുമ്പോൾ മാത്രം എന്താണ് ഇത്രയ്ക്ക് വിവാദമാക്കാനുള്ളത് എന്നാണ് സുനിയുടെ സഹോദരി ചോദിച്ചത്. ഉപാധി വെച്ചാണ് സുനിക്ക് പരോൾ ലഭിച്ചത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കരുത് എന്നാണ് പ്രധാന ഉപാധി. അതിനാൽ വയനാട് ജില്ലയിലാണ് നിലവിൽ സുനിയുള്ളത്. 2018-ലാണ് കൊടിസുനിക്ക് അവസാനമായി പരോൾ ലഭിച്ചത്. മകന് പരോൾ അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. ടി.പി. ചന്ദ്രശേഖരന്റെ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് പരോൾ ലഭിച്ചതിനെ ന്യായീകരിച്ച് CPM നേതാവ് P. ജയരാജനും രംഗത്തെത്തിയിരുന്നു. കൊടിസുനിക്ക് പരോളിന് അർഹതയുണ്ടായിരുന്നുവെങ്കിലും 6 വർഷമായി ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചിരുന്നില്ല. സുനിയുടെ പേരിൽ ഇടക്കാലത്ത് ചുമത്തിയ കേസുകളായിരുന്നു അതിന് കാരണം. അത്തരം ഒരു തീരുമാനം തികച്ചും ശരിയാണ്. എന്നാൽ സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയെ തുടർന്നാണ് മാനുഷിക പരിഗണനയിൽ പരോൾ അനുവദിക്കാമോ എന്ന കാര്യം തീരുമാനിക്കാൻ ജയിൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടത്.